എല്ലാ കൂട്ടുകാർക്കും ജസ്മി ഓൺലൈൻ VBS തേർഡ് ഡേയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? 2 ദിവസത്തെ VBS നിങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 3ാമത്തെ ദിവസത്തേക്ക് പോവുക. 3ാമത്തെ ദിവസവും പതിവ് പോലെ തന്നെ നമ്മൾ ആദ്യം പാട്ട് പാടും, പ്രാർത്ഥിക്കും, പിന്നെ ക്ലാസ്സിലേക്ക് കയറും. നമുക്ക് പാട്ട് പാടാം. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ, ദിനവും എന്നെ നയിക്കണേ, എന്നിൽ നിന്നും പിരിയരുതേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ, ദിനവും പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ VBSനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവേ, ഇത് കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാരെ, നമ്മുടെ VBSൻ്റെ തീം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തു നിന്ന് എടുത്തതാണ്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. എലീശ വായിക്കണം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13. പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാണ്. ഒന്ന് വായിച്ചേ പെട്ടെന്ന്. Philippians chapter 4:13. I can do all things through him who strengthens me. അപ്പോൾ ഒന്നുകൂടെ ചേർന്ന് പറയുന്നത് നമ്മളെല്ലാവരും I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 2 ദിവസം പഠിച്ചത് പഴയ നിയമത്തിലെ 2 ആളുകളെ പറ്റിയാണ്. ഒന്ന് ജോസഫ്, ഒന്ന് ഡേവിഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ ഒരാളെ പറ്റിയാണ്. അതായത് ഇന്നത്തെ നമ്മൾ ഹെഡിങ് കൊടുത്തേക്കുന്നത് സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ദൈവം. ഓക്കെ, അതായത് ഒരു ഓർഡിനറി പേഴ്സണെ എക്സ്ട്രാ ഓർഡിനറി മാനാക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെയും പഠിച്ചത് തന്നെയാണ്, എന്നാലും പുതിയ നിയമത്തിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഒരാളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് യേശു അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ബെത്സയിദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇസ്രായേലിൽ. എന്താണ് ബെത്സയിദ? ബെത്സയിദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ 2 ബ്രദേഴ്സുണ്ട്, ചേട്ടനും അനിയനും. ഒരാളുടെ പേര് ഷീമോൻ എന്നാണ്. എന്താണ്? ഷീമോൻ. അടുത്ത ആളുടെ പേര് ആൻഡ്രൂ. എന്താണ്? ആൻഡ്രൂ. ഇവര് ഫിഷർമെൻ ആയിരുന്നു. ഗലീലി ലേക്കിലെ ഫിഷർമെൻ ആയിരുന്നു ഈ സഹോദരങ്ങൾ. സൈമൺ എന്ന് പറയുന്ന ആള് വിവാഹമൊക്കെ കഴിച്ച് എല്ലാവരും മക്കളുമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു സൈമൺ എന്ന് പറയുന്നത്. ആൻഡ്രൂ എന്ന് അങ്ങനല്ല. അപ്പോൾ സൈമണിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇല്ലേ, യോഹന്നാൻ സ്നാപകൻ ഒരു ശിഷ്യൻ കൂടെയായിരുന്നു ഈ സൈമൺ. കേട്ടോ, സൈമൺ. ഇപ്പോൾ സൈമൺ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്.
ഫിഷർമാനാണ്. ഇപ്പോൾ ഫിഷർമാൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇവർ ഈ വെള്ളത്തിനകത്തല്ലേ പോകുന്നത്, മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് കഷ്ടപ്പാടാണ് അവർക്ക്. അപ്പം അവർക്ക് ഒരുപാട് കഷ്ടപ്പാടായതുകൊണ്ട് അവർ ഭയങ്കര ബോൾഡാണ്. ചിലപ്പം അവർ സൈമൺ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരനായ, വലിയ പഠിപ്പൊന്നുമില്ലാത്ത, വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത ആളായിരുന്നു സൈമൺ എന്ന് പറയുന്ന ആൾ. ഒരു നാൾ യേശു ഗലീല തടാകത്തിൻ്റെ അവിടെ വന്ന ആളുകളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആളോട് ഒരുപാട് പേര് സംസാരിക്കണ്ടേ, ഒരുപാട് ആളുകളുണ്ട് കൂടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി സൗകര്യത്തിന് അവിടെ യേശു നോക്കിയപ്പോൾ 2 ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സൈമണിൻ്റെ ബോട്ടായിരുന്നു. അങ്ങനെ യേശു ഈ സൈമണിൻ്റെ ബോട്ടിലേക്ക് കയറി. സൈമണിൻ്റെ ബോട്ടിൽ കയറി സൈമൺ ചോദിച്ചു ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. സൈമൺ പറഞ്ഞിരുന്നോ, കുഴപ്പമൊന്നുമില്ല, കാരണം സൈമൺ അവിടെ വന്ന് വലയൊക്കെ നന്നാക്കുക. അങ്ങനെ ശീമോനോട് പറഞ്ഞു, ശീമോൻ ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കയറി അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം യേശു പെട്ടെന്ന് ശീമോനെ നോക്കിയിട്ട് പറഞ്ഞു, ശീമോനെ ആ ദൂരത്തേക്ക് നോക്കി, ആഴം ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്, അവിടേക്ക് നോക്കി വല എറിഞ്ഞോ നല്ല മീൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ സൈമൺ ചിരിച്ചു. എന്താണെന്നറിയോ സൈമൺ ചിരിച്ചേ? കാരണം യേശു എന്ന് പറയുന്ന ആരുടെ മകനാണ് അവിടുത്തെ ആളുകൾ? ജോസഫിൻ്റെ മകൻ അല്ലേ? ജോസഫ് എന്ന് പറയുന്ന ആരായിരുന്നു അറിയാമോ? ഒരു കാർപ്പൻ്റർ ആയിരുന്നു. അപ്പം ഷിമോൻ എന്ന് പറയുന്ന ആള് ഭയങ്കര വലിയ ഫിഷർമാൻ അല്ലേ? അപ്പോൾ ഒരു കാർപ്പൻ്ററായിട്ടുള്ള ഒരാളെ വന്നൊരു ഫിഷർമാനോട് പറയുക ആ ദൂരേക്ക് നോക്കി വലയേറിയ ഇഷ്ടം പോലെ മീൻ കിട്ടുമെന്ന്. സൈമൺ ചിരിക്കത്തില്ലേ? കാരണം സൈമൺ വിചാരിച്ച് കാണും, ഇവിടെ ഈ കാർപ്പൻ്ററായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ എറിയാൻ പറഞ്ഞു. എന്നാലും സൈമൺ ഷിമോൻ ഒരു ഇത് തോന്നിയിട്ട് എന്തോ ചെയ്തു, ഷിമോൻ പോയി വലയെറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഷിമോന് ഭയങ്കര വലിയ മീൻകൂട്ടം, ഇഷ്ടം പോലെ മീൻ കിട്ടി. അപ്പോൾ ഷിമോൻ പേടിച്ചു പോയി. ഷിമോൻ വിചാരിച്ചേ ഇവൻ ആരടാ ഇവൻ എന്ന് ശരിക്കും പറഞ്ഞാൽ സൈമൺ തോന്നിപ്പോയി. അങ്ങനെ സകലതും വിട്ടിട്ട് സൈമണും ആൻഡ്രൂവും സകലതും വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. യേശു പോകുന്നിടത്തെല്ലാം കൂടെ പോകാൻ തുടങ്ങി. സകലതും വിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാം വിട്ടിട്ട്, അങ്ങനെയല്ല. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നമുക്ക് പല കാര്യങ്ങൾ കാണും അല്ലേ? പല കാര്യങ്ങൾ കാണും. എന്നാൽ എല്ലാത്തിനേക്കാളും പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുന്നതിനെയാണ് സകലതും വിടുക എന്ന് പറയുന്നത്. അപ്പം നമ്മളും അങ്ങനെ വേണം. എല്ലാത്തിനേക്കാട്ടിലും ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം? യേശുവിന് പ്രയോറിറ്റി കൊടുക്കണം. അതിനുശേഷം ഈ സൈമൺ യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സൈമണ് യേശു ഒരു പേര് കൊടുത്തു. ആ പേരാണ് പീറ്റർ. പീറ്റർ എന്ന് പറയുന്നൊരു പേര് യേശു കൊടുത്തു. യേശു കൊടുത്തിട്ട് കേവലം ഒരു മുക്കുവനായിരുന്ന ഒരു മനുഷ്യനെ, ഒരു ഫിഷർമാനായിരുന്ന മനുഷ്യനെ യേശുവിൻ്റെ കൂടെ ചേർത്തു, യേശുവിൻ്റെ ഇന്നർ സർക്കിളിലാക്കി. എസ്തർ ഒന്ന് വായിക്കാമോ? സെൻറ്റ് മാത്യു എന്ന് വായിക്കാമോ? സെൻറ്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 16 എന്ന് വായിച്ചേ പെട്ടെന്ന്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതുവരെ യേശുവിൻ്റെ കൂടെ നടന്ന ആർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യം സൈമൺ അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. Matthew chapter 16 verse 16. Simon Peter answered, "You are the Christ, the Son of the living God." മതി. You are the Christ, the Son of the living God. നീ ആരാണ്? യേശുവിനോട് പറയുകയാണ്, വെളിപ്പാട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രൈസ്റ്റ് ആണെന്ന്. ഒരു വലിയൊരു റെവലേഷൻ ആർക്ക് കിട്ടി? പീറ്ററിന് കിട്ടി. സൈമൺ പീറ്ററിന് കിട്ടി. അത് അതുവരെ ആർക്കും കിട്ടാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ വെളിപ്പാടൊക്കെ കിട്ടിയില്ലേ, ഈ റെവലേഷൻ കിട്ടിയില്ലേ? ഈ കിട്ടിയ ശീമോൻ പീറ്റർ ഇല്ലേ, സൈമൺ പീറ്റർ. ഈ സൈമൺ പീറ്റർ യേശുവിനെ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞെന്നറിയാമോ? 3 times തള്ളി. ഞാൻ അവനെ അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞു അല്ലേ? ഭയങ്കര ക്ലോസ് ആയിട്ട് നടന്നതാ അല്ലേ? പക്ഷെ യേശു എന്തോ ചെയ്തേ? ഫോർഗീവ് ചെയ്തു. അത് മാത്രമല്ല, യേശു അടക്കപ്പെട്ടതിന് ശേഷം ഈ സൈമൺ പീറ്റർ വേറൊരു കാര്യം കൂടെ ചെയ്തു. സൈമൺ പീറ്റർ പറഞ്ഞു, യേശു പോയി, ഇനി ആരുമില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ മീൻ പിടിക്കാൻ പോയപ്പോൾ
സൈമൺ പീറ്ററിനെ കാത്തിരുന്ന ഒരാളുണ്ടായിരുന്നു. യേശു. യേശു. നമ്മൾ എത്ര യേശുവിൽ നിന്ന് അകന്നു പോയാലും അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. മറന്നു പോകരുത്. അല്ലാതെ ഞാൻ നിന്നെ കീറിക്കളയും അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരാളല്ല. നമ്മളെ സ്നേഹിക്കുന്ന യേശു അല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇത്രയും എല്ലാം ചെയ്ത പത്രോസിനെ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അതിനുശേഷം വേറെ ഒരാൾ വന്നു, ഹോളി സ്പിരിറ്റ്. ആരാണ്? ഹോളി സ്പിരിറ്റ്. അപ്പോൾ അതുവരെ പേടിച്ച് നിന്ന പീറ്റർ, അതുവരെ ആരുടെ മുമ്പിൽ വരാതിരുന്ന പീറ്റർ, പരിശുദ്ധാത്മാവ് വന്നപ്പോഴേക്കും ആളാകെ മാറി. ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ യേശുവിനെ അറിഞ്ഞു. 3000 ആളുകൾ യേശുവിനെ അറിഞ്ഞു. വീണ്ടും ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പം 5000 ആളുകൾ യേശുവിനെ അറിഞ്ഞു. 5000 ആളുകളോട് പത്രോസ് പറഞ്ഞു, ഈ യേശു തന്നെയാണ് ക്രൈസ്റ്റ്, ഈ യേശു തന്നെയാണ് യഥാർത്ഥ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഇവരോട് എല്ലാവരോടും പറഞ്ഞു. അല്ലേ? ആദ്യം 3000 പേരായി, പിന്നെ 5000 പേരായി, പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി. ഞാനിവിടെ പറയാൻ വന്നത് വളരെ സാധാരണക്കാരനായ ആളായിരുന്നു, വളരെ സാധാരണക്കാരനായ ഒരാളായിരുന്നു പീറ്റർ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ പീറ്ററിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈ പീറ്റർ എന്തായി? എക്സ്ട്രാ ഓർഡിനറി പേഴ്സണായി. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, സൈമൺ എന്ന് പറയുന്നത് ആള് ഏത് ലേക്കിലാണ് നിന്നിരുന്നേ? ഗലീലി. എല്ലാവരും പറയും ഗലീലി കടലെന്ന്. നിങ്ങൾ നമ്മൾ ഗോസ്പൽ വായിക്കുമ്പോൾ ഗോസ്പലിൽ പറയുന്നത്, ചിലർ പറയുന്നത് ഗലീലി, സീ ഓഫ് ഗലീലി എന്നാണ് പറയുന്നത്. പക്ഷേ ലൂക്ക് മാത്രമേ പറയുന്നുള്ളൂ ലേക്ക് ഓഫ് ഗലീലി എന്ന്. അതിനെന്താ കാരണം എന്നറിയാമോ? ഈ സൈമണും ബാക്കിയുള്ള യോഹന്നാനും അവരെല്ലാവരും ഗലീലിക്ക് ചുറ്റും നിന്ന് താമസിച്ചവരാണ്. അപ്പോൾ ഗലീലി എന്ന് പറയുന്നത് വലിയൊരു ലേക്കാണ്. അപ്പോൾ അതിനപ്പുറം അവരാരും പോയിട്ടില്ല. അതുകൊണ്ട് ഗലീലി എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇത് സീ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ലൂക്ക് എന്ന് പറയുന്ന ആൾ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ നിന്ന് ഷിപ്പ് കയറി ഇവിടെ വന്നിട്ട് കൂടെ നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലൂക്കിനറിയാം ഇത് സീ അല്ല, ഇതൊരു ലേക്കാണ്. അതുകൊണ്ടാണ് ലൂക്ക് ലേക്ക് ഓഫ് ഗലീലി എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ ചെറിയ ലേക്കിൻ്റെ അടുത്തിരുന്ന ആളുകളാണ് ആര്? ശീമോനൊക്കെ അല്ലേ. പക്ഷേ ശീമോനെ പരിശുദ്ധാത്മാവ് വന്നപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി, ഈവൻ റോം വരെ പോയി യേശുവിനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആക്ട്സ് വായിക്കണം. നിങ്ങൾ ആക്ട്സ് വായിക്കുമ്പം ചാപ്റ്റർ 3 and 4, ഓക്കെ, ആക്ട്സ് ചാപ്റ്റർ 3 and 4 വായിക്കുമ്പം അവിടെ പരിശുദ്ധാത്മാവൊക്കെ വന്നിട്ടേ ഈ പത്രോസും യോഹന്നാനും എല്ലാവരും നടന്നു പോകുമ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദീസ് പീപ്പിൾ വെയർ അൺട്രെയിൻഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നതെന്ന്? എന്താ അത്ഭുതം നടക്കാൻ കാരണം? പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ട് ഒരാളുടെ അകത്ത് ഹോളി സ്പിരിറ്റ് വന്നാൽ എന്തായി തീരുമെന്ന് നമ്മൾ ഇതിനകത്ത് നിന്നാണ് പഠിക്കുന്നത്. അതേപോലെ ഞാൻ നിങ്ങൾ കൂട്ടുകാരോട് പറയാം, നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെല്ലാം ഏറ്റവും ലോവർ മാർക്കാണ് വാങ്ങിക്കുന്നത്. പേടിക്കണ്ട. God is with you. You can do all things through Christ who strengthens you. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ even if you are an ordinary person, God will transform you to an extraordinary person. അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഓർഡിനറി ആണെന്ന്. നോ, ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് He will transform us to an extraordinary person. മറന്നു പോകരുത്. ഈ VBS നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇതാ. പീറ്ററിന്, സാധാരണപ്പെട്ട ഒരു ഫിഷർമാനായ ഒരു പീറ്ററിന്, സൈമണ് ലോകം അറിയുന്ന വലിയൊരു ഹിസ്റ്ററിയായി മാറാൻ ദൈവം സഹായിച്ചുവെങ്കിൽ നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെയും എന്താകും? എക്സ്ട്രാ ഓർഡിനറി ആകും.
അതുകൊണ്ട് മറന്നു പോകരുത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത അതാണ്. ഓർഡിനറി ആയ പേഴ്സണെ എക്സ്ട്രാ ഓർഡിനറി ആക്കും. നിങ്ങളുടെ ബ്രദേഴ്സ് കാണും, നിങ്ങളുടെ സിസ്റ്റേഴ്സ് കാണും, അവരോട് എല്ലാവരോടും പറയണം. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും അവരല്ല, പക്ഷെ അവരോട് പറയണം, എൻ്റെ കൂടെ ദൈവമുള്ളതുകൊണ്ട് ഞാൻ ഓർഡിനറി ഇപ്പോൾ ആയിരിക്കും, ബട്ട് ഹീ വിൽ ട്രാൻസ്ഫോം മീ ടു ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്ന് നിങ്ങൾ പറയണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്. മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകരുത്. ആരെല്ലാം ഓർഡിനറി ആണെന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ പറയണം, ഇല്ല, കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എന്നെ യേശു എക്സ്ട്രാ ഓർഡിനറി ആക്കും. ഇതാണ് ഇന്നത്തെ ക്ലാസ്. കൂട്ടുകാരെ, ഇനി നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പാട്ട് ജസ്മി ഓൺലൈൻ VBSൻ്റേതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതിയ പാട്ടാണ്, അല്ലേ? നമ്മൾ തന്നെ എഴുതിയ പാട്ടാണ് ഇന്നത്തേത്. ഈ പാട്ട് പാടിയേക്കുന്നത് ഒരു കൊച്ചു കൂട്ടുകാരിയാണ്, ആൻ ലെനോറ ലോഡ്സൺ എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഇത് പാടിയേക്കുന്നത്. നമ്മുടെ ലോഡ്സൺ ആൻ്റണി എന്ന് പറയുന്ന പ്രശസ്തനായ ക്രിസ്തീയ ഗായകൻ്റെ മകളാണ് ആൻമോള്. ആൻമോള് പാടിയ പാട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു ലിറിക്സിൻ്റെ മാത്രമേ പാട്ട് ഇതിനകത്ത് കാണത്തുള്ളൂ, പക്ഷേ ഈ പാട്ട് ഫുള്ളായിട്ട് ഇന്ന് ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ജസ്മി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും V² TVയിലും അതേപോലെ ABCD ഇന്നൊവേഷൻ ടീമിൻ്റെ അവരുടെ പ്ലാറ്റ്ഫോമിലും ഈ പാട്ട് നമ്മൾ റിലീസ് ചെയ്യും. ഇതിൻ്റെ ഫുൾ പാട്ട് അത് നിങ്ങൾ കാണണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നല്ലവണ്ണം പാട്ട് പഠിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാട്ട് കേട്ടിട്ട് അടുത്തതിലേക്ക് പോകാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തില്ലേ നമ്മളുടെ ആക്ഷൻ സോങ് എല്ലാം? നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആക്ഷൻ സോങ് കണ്ടിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുത്തി നിങ്ങൾ ഞങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തരണം. അയച്ചു തരുമ്പോൾ
ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ വെബ്സൈറ്റിലും നമ്മളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റും എന്തായാലും കാണും. മറക്കരുത് ഞങ്ങൾക്ക് അയച്ചു തരണം. ഒന്നുകിൽ ഞങ്ങളുടെ ഇമെയിൽ ID യിൽ നിങ്ങൾ അയച്ചു തരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് മെസ്സേജ് അയച്ചു. ഇനി നമ്മൾ ഒരു ക്രാഫ്റ്റ് കാണാൻ പോവാണ്. ഇന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത് പൂനെയിൽ നിന്നുള്ള രൂബേൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിയും ഇതേപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചി ചെയ്യുന്ന ക്രാഫ്റ്റിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണേ. Hello friends, how are you doing? For today's art and craft, all you will need is a bundle of paper and a glue bottle. Yeah, any glue, preferably a Fevi glue, a Fevicol, and a bundle of paper. That's it. So first, what you are going to do is take the paper, one side of the paper, and fold it into half. After you fold it into half, you can tear this half part into 2 parts. Okay? And what you will get is something like this. After you get this piece of paper, all you need to do is again fold this paper into half. You see, it is that simple. Once you fold it to half, wait, let me just remove these papers aside. Okay. Once you put it into half, so it was a full paper, you tore it into half, again fold it into half, and then you have to make sure that this part is equal to this part. Yeah, so a simple trick to do that without a scale is you take your thumb finger and your little finger and measure the same distance on this side. Yeah, after you have done that, you can fold this paper up till there. And tear it. Okay? It is okay to be imperfect sometimes. Once you have done that, you get this small bit. You can keep this aside. Then, after that, you fold this paper into half. Open it. Again fold it into another half. Open it. Yeah. Again fold it. And you see that half here? You should fold this paper till here. Okay. And another half here. Okay. Great. Once you have done this, you can fold the paper, fold this side, and slowly press this inside and make a triangle. Okay? So this is one side. Similarly, on the other side, you can fold it, press it from above. Yeah, it's closed. Once you press it from above, it becomes a triangle. And you can do this. Simple. Okay? Once you have made this, all you need to do is open this paper, take the glue bottle, and apply a little glue. You see? You can apply a little glue all over the place. Oh, isn't it fun? Okay, and then you can stick this paper.
So you need to make 3 of such pieces. So I have here 1, I have here 2, and I need to make 1 more. Okay, so once again I will show you how to do that. You have 2 pieces ready. You keep this aside. Take the paper, take 1/2, 1 paper, 1 full paper, fold it into half like this. There's the half paper. Keep this aside. Fold this into half. Keep this also aside. Fold this into half. And then, like I said earlier, measure this with this. And then till here you have to fold the paper. And then tear it. Yeah. And then the next step is fold half, again fold half, and open. Then again fold half on this side, another half on the other side, and then push it from the center. Similarly, on this side, push it from the center. Okay, is that good? And then again, you can take a little Fairy glue and apply it on this square. Yeah, you should only apply on the square, that is this much area. Not on this side, not on this side. Only this square should be stuck. Okay? Yeah. So once you've done that, stick it. So now we have 1, 2, and 3. Okay? So you have 3 pairs. Okay. So next what you do is you apply glue on both these triangular areas here and here. As you can see, I've already applied some glue, all the glue on my hand. And take this second paper, and what you will do is one side of this you will put on top of this. Okay, just like this. And take this side and press it over this. Okay, it's that easy. Similarly, you will turn this paper, take this here, and then put this side on top of this and apply pressure, and then you can close this side on this paper. So what you have now, you have this beautiful shape. Then you can later press it here and also press it here. Okay, again press it here. Correct? And once again you will do the same thing on this paper. So you will apply the glue. Let's put some glue. Uh-oh. Oh no. Again, a lot of glue. No worries. You can apply it lavishly here. On this side. Again, the same thing on this side. Okay. On this side as well. And then extra glue, you can put it back. And once again, you can take
See, now it looks like this. Okay, put this side on top of this, just like this, and again turn this towards this and stick it. Similarly, put this side on top of this and then turn this and put it over this. Okay, and when you pick this up, wherever you see space, you can fill it up. And once again, press it here. And press it here. Yeah? What is this? Isn't that great? Cool. Got it? Okay, so for the last part, you will again take this paper that was torn into half, again fold it into half. It's the same technique that we used earlier. Measure it. The extra part you have to tear. Okay, so you take it like this and you tear this. You can also use a pair of scissors. Okay, once you've done that, you have to stick this. Okay, you have to stick it using a glue. You can use it on all four sides first, and then in the center. Or gluey hands, and then close it. Okay, this way the paper is stuck. Again fold it into half. Again fold it into another half. Okay, now what you do is take the four ends and bring it to the center. This end, the center, this, the center. Okay, so you get a figure like this. Now what you have to do, again take the glue, put lots of glue, and close this. Okay, once you've done this, you take your paper, okay, and you put it in a diamond shape and place this on top of it. Okay, so these points, you see how they can be seen? So you turn it to a diamond shape and place this on top of it. Okay, and then again you use the glue and put it on four sides of the paper. 1, 2, 3 and 4. Okay, you put it on all four sides, only on the corners, only on the corners, on the corners, on the corners. And again pick it up, place it here, and then you press this on top of this. You see how I'm doing it? You press it on top of this. Similarly for all four sides. It might take time sometimes to stick, so you apply Fevicol really well.
Okay? So I feel the glue is very less here, so I apply it again. Okay, and it's ready. A beautiful pen stand. So all you നല്ലൊരു ക്രാഫ്റ്റ് കണ്ടു. ഇനി നമ്മൾ നമ്മുടെ ക്വിസിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ക്വിസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മൊബൈലിലെ ഇമോജിയൊക്കെ കാണാറില്ലേ? അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇമോജിയൊക്കെ? ചിലപ്പോൾ പല രീതിയിൽ നിങ്ങൾ അല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഓരോ ചിരിക്കുന്നത് ഇടും, ഓരോ രീതിയിലുള്ള പല ഇമോജിയൊക്കെ ഇടും അല്ലേ? ഇമോജികൾ ചേർത്തുള്ളൊരു ക്വിസാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ തെളിഞ്ഞ് കാണും എന്തൊക്കെയാണ്. നിങ്ങളുടെ 3 ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്തിൽ നമ്മളുടെ പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമോജി ആയിരിക്കും കാണുന്നത്. ഓക്കെ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഇമോജി കണ്ടിട്ട് അതെന്താണെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം. മറക്കരുത്, നമ്മുടെ ക്വിസ് കോമ്പറ്റീഷന് സമ്മാനമുണ്ട്, നല്ല സമ്മാനമുണ്ട്. നിങ്ങളുടെ വീട്ടിലത് എത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് എഴുതി അറിയിക്കണം. മറന്നു പോകരുത്, നിങ്ങൾക്ക് ഈ VBS ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരുടെ പേരൻസിന് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം നമ്മളിത് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനേകം കുഞ്ഞുങ്ങളിലേക്ക് എത്തണം അല്ലേ? അനേകം കുഞ്ഞുങ്ങൾക്ക് എത്തണം. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ചർച്ചെന്നോ അല്ലെങ്കിൽ വേറെ യാതൊരു രീതിയിലുമുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. നമ്മളെല്ലാം യേശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലേ? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗോഡ്സ് ലവ്. നമ്മളിതെല്ലാം ചെയ്യുന്നത് അതിന് വേണ്ടിയല്ലേ? അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെല്ലാം നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ പേരൻസിനെയും എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളാൽ നിറയ്ക്കണം. സകലതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമുക്ക് കാണാം. പുതിയൊരാളെ പറ്റി നമുക്ക് പഠിക്കാം. നല്ല മക്കളായി തീരാം. ബ്ലെസ് യു. Bye.